അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യത്തിന് ഇതിനായിട്ട് ഞാനിവിടെ നല്ല പഴുത്തിട്ടുള്ള 2 മാമ്പഴമാണ് എടുത്തിട്ടുള്ളത്. പുളിയില്ലാത്ത നല്ല മധുരമുള്ള നാരുകളൊന്നും ഇല്ലാത്ത മാമ്പഴം നോക്കി എടുക്കുക. എന്നാൽ മാത്രമേ ഇതിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഈ മാമ്പഴം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി മാറ്റുക. എന്നിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം മാമ്പഴത്തിൻ്റെ തൊലിയൊക്കെ മാറ്റിയതിന് ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം 1 കപ്പ് മാമ്പഴത്തിൻ്റെ ആവശ്യമുണ്ട്. 250 ml കപ്പിന് 1 കപ്പ് മാമ്പഴം കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട്. ബാക്കി കുറച്ച് മാമ്പഴം ആവശ്യമുണ്ട്. അത് നമുക്ക് പിന്നീട് ആവശ്യത്തിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ മിക്സിയുടെ ഒരു ജാർ എടുക്കുക. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച 1 കപ്പ് മാമ്പഴം ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഈ മാമ്പഴം അരച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ കപ്പില്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിൽ മാമ്പഴം അളന്നെടുക്കുക. ആ ഗ്ലാസിൻ്റെ അളവിൽ തന്നെ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം മാമ്പഴം നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ചെറിയ കഷ്ണങ്ങൾ പോലും ഇല്ലാതെ നല്ലതുപോലെ അരച്ചിട്ടെടുക്കുക. അഥവാ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ജ്യൂസ് അരിക്കുന്ന അരിപ്പിൽ കൂടെ അരിച്ചിട്ടെടുക്കുക. നല്ല സ്മൂത്തായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് അരിക്കേണ്ട ആവശ്യമില്ല. ഇതിവിടെ ഇരിക്കട്ടെ. 1 മാമ്പഴം അടിച്ചെടുത്തു. 1 മാമ്പഴം നേരത്തെ മാറ്റി വെച്ചില്ലേ, അത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇനി അടുത്തതായിട്ട് കുറച്ച് പുതിനയില, നല്ല ഫ്രഷ് ആയിട്ടുള്ള കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള പുതിനയിലയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് പുതിനയില ഇഷ്ടമല്ല, കഴിക്കുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും നട്ട്സ് ചേർത്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ പുതിനയില ചേർക്കണ്ട, നട്ട്സും ചേർക്കണ്ട, വെറുതെ പ്ലെയിൻ ആയിട്ട് ചെയ്താൽ മതി. പുതിനയിലും കൂടെ ചേർത്തിട്ടാണ് ചെയ്യുന്നത്. നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും, നല്ലൊരു ടേസ്റ്റും പ്രത്യേക ഒരു മണവും ടേസ്റ്റും ഒക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് പുതിനയില കുറച്ച് എടുത്തിട്ടുള്ളത്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് അഗറഗർ പൊടിയാണ്. അഗറഗർ എന്ന് പറയുമ്പോൾ ചൈന ഗ്രാസ് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഞാനിപ്പോൾ വെജിന്റെ അഗറഗർ പൊടിയാണ് എടുത്തിട്ടുള്ളത്. ചൈന ഗ്രാസ് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. പലർക്കും സംശയമുള്ളതാണ് അഗറഗർ എന്താണെന്നുള്ളത്. നമ്മൾ സാധാരണ സ്റ്റിക്ക് ഇല്ലേ, ചൈന ഗ്രാസിന്റെ സ്റ്റിക്ക് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഈ അഗറഗർ പൊടി. ഈ അഗറഗർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജെലാറ്റിൻ ചേർക്കാം. അതുപോലെ തന്നെ ചൈന ഗ്രാസിന്റെ സ്റ്റിക്ക് സോക്ക് ചെയ്തും ചേർക്കാവുന്നതാണ്. ഇനി ഒരു പാത്രം എടുക്കുക. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം ഞാൻ ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ അഗറഗർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഫ്ലെയിം മീഡിയം ഫ്ലെയിമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം കൈവിടാതെ ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളെടുക്കുന്ന മാമ്പഴത്തിന് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി അധികം ചേർത്ത് കൊടുക്കുക. അവരവരുടെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനെടുത്ത മാമ്പഴത്തിന് നല്ല മധുരമുള്ള മാമ്പഴം ആയതുകൊണ്ടാണ് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുള്ളത്. പഞ്ചസാര എല്ലാം ഒന്ന് മെൽറ്റായി വരണം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. പഞ്ചസാര എല്ലാം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ച മാമ്പഴം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം കുറച്ച് തന്നെ വയ്ക്കുക. ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കുക. ഈ മാമ്പഴം ചേർത്ത് കൊടുത്തിട്ട് പിന്നെ തിളപ്പിക്കരുത്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക. ഇനി ഫ്ലെയിം ഓണാക്കി അത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ഒരുപാടങ്ങ് ഓവറായിട്ട് മാമ്പഴത്തിൻ്റെ പ്യൂരി ചൂടാക്കി എടുക്കരുത്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസ് നാരങ്ങയുടെ പകുതി നാരങ്ങ പിഴിഞ്ഞിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പ്രത്യേക ടേസ്റ്റ് കിട്ടും. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നാക്കി കൊടുക്കുക. ബബിൾസ് ഒക്കെ ഉണ്ടല്ലോ, ഈ ബബിൾസും ഇതുപോലെ സ്പൂൺ കൊണ്ട് ഇതുപോലെ ആക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാമ്പഴം ചേർത്ത് കൊടുക്കാം. ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തില്ലേ, ആ മാമ്പഴം ഇതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ചേർത്ത് കൊടുക്കുക. ഇത് സെറ്റായി പോവും.
അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് നട്ട്സ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ നട്ട്സ് അല്ല ചേർക്കുന്നത്, ഞാൻ നേരത്തെ മാറ്റി വെച്ചില്ല പുതിനയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇതും കൂടെ പുതിനയിലയും കൂടെ ചേർക്കുമ്പോൾ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പുതിനയില ചേർത്ത് കൊടുക്കാം. പുതിനയില അവിടെ ഇവിടെ ആയിട്ട് വെച്ച് കൊടുക്കാം. പുതിനയില വെച്ച് ഒന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് സെറ്റ് ആവണം, ഒന്ന് കട്ടിയാവണം. ഇപ്പോൾ ഇത് നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അടുത്തത് രണ്ടാമത്തെ ലെയറിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അളവ് കപ്പിനാണ് 1/4 കപ്പ് എടുത്തിട്ടുള്ളത്. ഗ്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ 1/4 ഗ്ലാസ് വെള്ളം എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ അഗർ പൗഡറാണ്. ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരം കുറച്ച് മതി എന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പ് ചേർക്കാം. കൂടി പോരുത്, ഒരു നുള്ള് ഉപ്പ് ചേർത്താൽ മതി. നമ്മളിതിൽ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് കൊണ്ടാണ് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്തത്. പഞ്ചസാര എല്ലാം ഒന്ന് മെൽറ്റായി വരണം. അപ്പോൾ പഞ്ചസാര എല്ലാം മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല കട്ടിയുള്ള 1/4 കപ്പ് തേങ്ങാപ്പാലാണ്. 1/4 കപ്പ് വെള്ളവും നമ്മൾ 1/4 കപ്പ് തേങ്ങാപ്പാലുമാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങാപ്പാലായതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ എസൻസ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ഫ്ലേവർ മുന്നിട്ട് നിൽക്കും. ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഒരു സ്പാച്ചിലയോ സ്പൂണോ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാ വശത്തും ഒരുപോലെ ആയി കിട്ടും. ഇനി എയർ ബബിൾസ് ഒക്കെ ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ എയർ ബബിൾസ് ഒക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് റൂം ടെമ്പറേച്ചറിൽ ഇരുന്നിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് ചൂട് മാറണം. അപ്പോൾ നല്ലോണം ഒന്ന് സെറ്റായി വരും. വേണമെന്നുണ്ടെങ്കിൽ ചൂട് മാറിയതിന് ശേഷം കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടും എടുക്കാം. ചൂടൊക്കെ മാറി ഒരു അരമണിക്കൂർ ആവുന്ന സമയം തന്നെ നല്ലതുപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണമെങ്കിലും തണുപ്പിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് തണുപ്പിച്ച് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല, ഒന്ന് സെറ്റായി വന്നിട്ടേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് കട്ട് ചെയ്ത പീസ് അങ്ങ് എടുക്കാം. അപ്പോൾ കട്ട് ചെയ്ത പീസ് ഇതാ എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇതിൽ. നമ്മൾ പുതിനയില, നാരങ്ങ നീര്, അതുപോലെ തന്നെ മാമ്പഴം, തേങ്ങാപ്പാൽ എല്ലാം കൂടി ചേർന്നിട്ട് നല്ലൊരു എനർജി കിട്ടും കഴിക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ ഇത് നമുക്ക് ചൂട് സമയത്ത് കഴിക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണ്. അപ്പോൾ മാമ്പഴവും തേങ്ങാപ്പാലും വെച്ചിട്ട് ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്